ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ വൻ ദുരന്തം. തിക്കിലും തിരക്കിലും പെട്ട് 11 പേർക്ക് ദാരുണാന്ത്യം, 50ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ കർണാടക സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ദുരന്തത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം അറിയിച്ചു. കന്നി IPL കിരീടവുമായി എത്തിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ സ്വീകരിക്കാൻ ഹോം ടൗണായ ബംഗളൂരുവിൽ ആരാധകരുടെ തിക്കും തിരക്കുമായിരുന്നു രാവിലെ മുതൽ. വിധാൻ സൗധ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ വിക്ടറി പരേഡ് നടത്താനായിരുന്നു കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ പദ്ധതി. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് അനുമതി നൽകാനാവില്ലെന്ന് അറിയിച്ചു. അതേസമയം സർക്കാർ തന്നെ ഇടപെട്ട തടസ്സം നീക്കി പരേഡിന് വഴിയൊരുക്കി. 35,000 മാത്രം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഇതോടെ RCB താരങ്ങളെ കാണാൻ ഒഴുകിയെത്തിയത് ലക്ഷങ്ങൾ. ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ഇത് പോലീസ് തടയുകയും ചെയ്തതാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയത്. നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. I do not want to defend the incident. The tragedy so happened. I do not want to defend. I do not want to play politics in this. സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചപ്പോൾ ഭയാനകമായ വാർത്തയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. അതേസമയം വൻ ദുരന്തത്തിന് വഴിയൊരുക്കിയത് കർണാടക സർക്കാരിന്റെ ഗുരുതര വീഴ്ചയാണ്. വിക്ടറി പരേഡ് ഒഴിവാക്കണമെന്ന പോലീസ് നിർദ്ദേശം നടപ്പായില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ സമ്പൂർണ്ണമായി പാളി. അപകടത്തിന് ശേഷം പരിപാടി തുടർന്നതിലും വലിയ വിമർശനമാണ് ഉയരുന്നത്. അതിനിടെ ദുരന്തത്തിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ജനങ്ങളോട് മാപ്പ് ചോദിച്ചു. I have spoken to the police commissioner and all the people. I am also going little late to the hospital because now lot of trouble is there. I don't want to disturb the doctors who are trying to take care of the patients, and only the exact number is not been still this one. So we are at it. We appeal to all of them to still to be calm. How many people died? That is why we cut off a lot of programs were there. We didn't want to continue with the program. Only within 10 minutes with one round we just closed it, and we appeal even in the metros, whatever the metros has been jammed. We are not able to start. We are taking a little bit time to see that everything comes to the normal position. ജനങ്ങളുടെ ജീവന് സർക്കാർ വില കൽപ്പിച്ചില്ല എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതാക്കൾ രംഗത്തെത്തി. ആഘോഷ പരിപാടിയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ് IPL ചെയർമാന്റെ പ്രതികരണം. State government has to take complete responsibility on this tragedy. When entire nation was celebrating and entire Karnataka was celebrating RCB's victory, without any proper preparedness, state government's urgency to organize victory rally is the cause for this big tragedy. So I demand Chief Minister to take up the responsibility, and he should refer the matter for the judicial inquiry. And let Chief Minister decide who has to take up the responsibility. Let Chief Minister decide. First we should ascertain the facts. After that we should decide what should happen and who is responsible. But saying of the Chief Minister. so I think it should not be politicized at all. It can happen in any state ruled by any political party. That much if at times it happens in some state where BJP is in power, we should not blame BJP also. അനിൽ വാസുദേവ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അനിൽ, ഈ വിക്ടറി പരേഡ് ഒഴിവാക്കണമെന്ന് പോലീസ് രാവിലെ തന്നെ നിർദ്ദേശം നൽകിയതാണ്. വിക്ടറി പരേഡ് ഒഴിവാക്കിയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നു. പക്ഷെ പിന്നീട് ആളുകളുടെ സമ്മർദ്ദം കൊണ്ടാവാം മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ അതിൻ്റെ ഭാഗമാവുകയും ആഘോഷത്തിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത ഒരു വലിയ പരിപാടി വിധാൻ സൗദയുടെ മുന്നിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഒരു പടുകൂറ്റൻ റാലിയൊക്കെയാണ് പ്ലാൻ ചെയ്തപ്പോൾ ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ ഇത്രയും വലിയ ജനക്കൂട്ടം അവിടെ
എത്തും, അവരെ ഉൾക്കൊള്ളാൻ ആ സ്ഥലത്തിന് കഴിയില്ല എന്നൊക്കെ അറിയാം. പക്ഷേ അപ്പോഴും അതിലൊന്നും വേണ്ട ക്രമീകരണം ഏർപ്പെടുത്താതെ, ശ്രദ്ധ ചെലുത്താതെ ഈ പരിപാടി സംഘടിപ്പിച്ച സർക്കാർ തന്നെയല്ലേ പ്രതിക്കൂട്ടിൽ ഇപ്പോൾ? തീർച്ചയായും വിജയകുമാർ, RCB കാത്തിരുന്ന കിട്ടിയ കിരീടം അത് ആഘോഷമാക്കാൻ തീരുമാനമാക്കിയായിരുന്നു ആരാധകരും ഒപ്പം തന്നെ കർണാടക സർക്കാരും ഒക്കെ തന്നെ. ഇത് സമാനതകളില്ലാത്ത തരത്തിൽ കർണാടകയുടെ ഒരു ദേശീയ ഉത്സവം എന്ന തരത്തിൽ തന്നെയാണ് RCBയുടെ ഈ കിരീട നേട്ടത്തെ അവർ കണ്ടതും. അതിൻ്റെ ഭാഗമായാണ് ഡെപ്യൂട്ടി CM DK ശിവകുമാർ നേരിട്ട് ചെന്ന് വിമാനത്താവളത്തിൽ ചെന്ന് താരങ്ങളെ സ്വീകരിച്ചതുമെല്ലാം. അപ്പോൾ തന്നെ ഈ പരിപാടിയുടെ ഒരു മൂഡ് അങ്ങനെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. ആരാധകർ രാവിലെ മുതൽ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തും ഇല്ലെങ്കിൽ മറ്റ് എയർപോർട്ടിലും അടക്കം തന്നെ തിങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ പോലീസ് അറിയിച്ചത് ഇക്കാര്യത്തിൽ ഒരു സുരക്ഷാ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരു തരത്തിലും അനുമതി നൽകാനാവില്ല, പ്രത്യേകിച്ച് വിക്ടറി പരേഡിന് അനുമതി നൽകാനാവില്ലെന്ന് അറിയിച്ചു. പക്ഷേ സർക്കാർ തന്നെ നേരിട്ട് നടത്തുന്ന പരിപാടി പോലെയായി ഇത് മാറി. പിന്നീട് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് സംഘാടകരെങ്കിൽ പോലും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഈ പരിപാടി ഒരു അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ തക്കവണ്ണം അതിലേക്ക് ഹൈജാക്ക് ചെയ്യുന്നു. അവർ RCBയുടെ പതാക ഏന്തുന്നു, വലിയ രീതിയിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇതോടുകൂടി ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങി പോലീസിന് യാതൊരു റോളും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഈ 35,000 ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ സീറ്റിംഗ് കപ്പാസിറ്റി. അവിടേക്ക് പാസ്സുള്ളവരെ മാത്രമാണ് കയറ്റുക എന്നാണ് സംഘാടകർ പറഞ്ഞത്. പക്ഷേ സ്റ്റേഡിയത്തിലേക്ക് ധാരാളം ആളുകൾ എത്തുകയും ഈ പാസ്സില്ലാത്തവരെ വരെ അതിനകത്തേക്ക് പെട്ടെന്ന് എളുപ്പം കടത്തിവിട്ടു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടാവുകയും ഒടുവിൽ പോലീസിന് ഈ ലാത്തി വീശേണ്ട ഒരു അവസ്ഥയും വന്നു. അതോടുകൂടി വലിയൊരു റഷ് ഉണ്ടാവുകയും വലിയൊരു കയോസ് ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ വലിയൊരു അപകടത്തിന് നയിച്ചത് എന്നുള്ളതാണ്. നേരത്തെ പോലീസ് കുട്ടികളെ ഒരു കാരണവശാലും ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നത് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു, അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതും പാലിക്കപ്പെട്ടില്ല. ആ ദുരന്തത്തിൻ്റെ ഫലമാണ് ഒരു 6 വയസ്സുകാരി ഉൾപ്പെടെ ഒരു കുട്ടി ഉൾപ്പെടെ 11 പേരുടെ മരണത്തിന് ഇടയാക്കിയത്. ഈ 11-ൽ കാര്യങ്ങൾ നിൽക്കില്ല എന്നുള്ളതാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ കായിക ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കായിക ദുരന്തങ്ങളിൽ ഒന്നായി വേണമെങ്കിൽ ഇത് മാറിയേക്കാം എന്ന് പോലും പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു. നേരത്തെ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മത്സരത്തിനിടെ വർഷങ്ങൾക്ക് മുമ്പ് 16 പേർ മരിച്ചതാണ് ഈ ഒരു വലിയ ദുരന്തമായി നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത്ര പേർ പരിക്കേറ്റ അതിഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ആരനുമതി കൊടുത്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വലിയ തർക്കമാണ്. സ്റ്റേറ്റ് അസോസിയേഷൻ തന്നെയാണ് ഇത്തരം സംഘടിപ്പിക്കാൻ. പക്ഷേ IPL പോലൊരു പരിപാടിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് തങ്ങളെ അറിയിച്ചിട്ടില്ലെന്നാണ് IPL ചെയർമാൻ പറയുന്നത്. പക്ഷേ BCCയുടെ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല കോൺഗ്രസ് MP ആണ്. അദ്ദേഹം ഇതിനെ ഡിഫെൻഡ് ചെയ്തു വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം തർക്കങ്ങളും ഇല്ലെങ്കിൽ ക്രെഡിറ്റ് അടിക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ തലയൂരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. വിജയകുമാർ. യെസ്, അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ ആളുകൾ ക്രമാതീതമായി അവിടെ ഒഴുകിയെത്തി. അവരെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി. ഒരു ലാത്തി ചാർജിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയപ്പോൾ ആളുകൾ ചിതറിയോടി. അങ്ങനെ തിക്കും തിരക്കും ഉണ്ടായി. അപ്പോൾ അവിടെ കൂടിയ ആളുകൾ അവരെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്നതിൽ പോലീസിനും ഒരു വ്യക്തതയുണ്ടായില്ല. അപകടത്തിൻ്റെ ഈ ആഘാതം കൂട്ടിയ സംഭവങ്ങൾ തന്നെയാണ് അതൊക്കെ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ടീമിന് കിരീട നേട്ടമുണ്ടായതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ രാഷ്ട്രീയ നേതൃത്വം കൂടി ഒരുമിച്ചിറങ്ങിയത് അപകടത്തിന് കാരണമായോ എന്ന സംശയവും അത്തരം ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. രാജ്യം ഒരു കണ്ട വലിയ കായിക ദുരന്തങ്ങളിൽ ഒന്നായി ഇത് മാറുകയാണ്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരുമൊക്കെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് അനിൽ വാസുദേവ് നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദേശീയപാത 66 കാസർഗോഡ് തിരുവനന്തപുരം റീച്ചിന്റെ നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചയിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി പിണറായി വിജയനോട് വ്യക്തമാക്കി. ദേശീയപാത നിർമ്മാണ വിവാദങ്ങൾക്കിടെയാണ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 ചിലയിടങ്ങൾ ഇടിഞ്ഞു താഴ്ന്നതും പലയിടത്തും വിള്ളലുണ്ടായതും നിർമ്മാണം വൈകിപ്പിച്ചേക്കുമെന്ന ആശങ്കകൾക്കിടയാക്കിയിരുന്നു. വിഷയം രാഷ്ട്രീയ ചർച്ച കൂടിയായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ്, ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസ് ഉൾപ്പെടെയുള്ളവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്.
2025 ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH-66 പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത്. ഈ പദ്ധതി 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് പൊതുവെ നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ കേന്ദ്രത്തെ അറിയിച്ചു. നിർമ്മാണത്തിലെ വീഴ്ചയിൽ NHAയ്ക്ക് വീഴ്ച പറ്റിയെന്ന് കേന്ദ്രമന്ത്രി സമ്മതിച്ചു. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന മലപ്പുറം കൂരിയാട് 360 മീറ്റർ വയഡക്ട് നിർമ്മിക്കും. ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കരാർ കമ്പനിയെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തോട് കേരളം നന്നായി സഹകരിക്കുന്നെന്ന അഭിപ്രായമാണ് കേന്ദ്രത്തിനെന്നും മന്ത്രി. എറണാകുളം ബൈപ്പാസിന് കേന്ദ്രാനുമതി ലഭിച്ചെന്ന് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി, പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ എന്നിവയ്ക്കും കേന്ദ്രാനുമതി ലഭിക്കും. ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടുകൾ ഉത്തരവാദിത്തമില്ലാത്തതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. 24 ഡൽഹി. നിർമ്മാണ വിവാദങ്ങൾക്കിടെ മലപ്പുറത്ത് വീണ്ടും ദേശീയപാത ഇടിഞ്ഞു. നേരത്തെ പാത ഇടിഞ്ഞു താഴ്ന്ന കൂരിയാടിന് സമീപം വലിയ പറമ്പിലായിരുന്നു സംഭവം. കൂരിയാടിന്റെ തുടർച്ചയാണിത് എന്നും അന്വേഷണം വേണമെന്നും സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. കൂരിയാട് നിന്ന് 4 കിലോമീറ്റർ അകലെ വലിയ പറമ്പാണ് ദേശീയപാതയുടെ പ്രധാന റോഡ് ഇടിഞ്ഞു താഴുന്നത്. ഏറെ ഉയരത്തിൽ പോകുന്ന റോഡിന് കുറുകെ താഴ്ഭാഗത്ത് അഴുക്കുചാൽ കടന്നു പോകുന്നുണ്ട്. ഈ ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത്. സ്ഥലം MLA കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി സ്ഥലം സന്ദർശിച്ചു. ഇപ്പോൾ തറയാണ് ഇടിഞ്ഞത്. മഴ ശക്തമായാൽ കൂടുതൽ തകരുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. കൂരിയാടിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ വലിയറമ്പ്, തൊട്ടടുത്തല്ലേ. അപ്പോൾ അവിടെ പിന്നെ താന്ന് റോഡ് പൊട്ടി വീണു. ഇവിടെ പൊട്ടി വീണിട്ടില്ല, പക്ഷേ ഇവിടെ താന്നു. ഓവാലം ഇരുന്നിരിക്കുകയാണ്. ഓവാലം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ ഭയം പൊട്ടലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് എന്നാണ്. ദേശീയപാതയിൽ മുഴുവനായും പരിശോധന വേണമെന്നും PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. കൂരിയാടിന് സമീപം പലയിടത്തും പാതയിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. കൂരിയാട് റോഡ് ഇടിഞ്ഞ ഭാഗത്ത് വയഡക്ട് നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു. 24 തിരൂർ. 18 സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ സൈന്യം. സേന തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്ത്യ പാക് സംഘർഷം വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചേക്കില്ല. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 21 ആരംഭിക്കും. മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ടുകൾക്കപ്പുറം കൂടുതൽ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിക്കുകയാണ് പാകിസ്ഥാൻ. 18 സൈനിക താവളങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നുവെന്നാണ് പാക് സേനയുടെ റിപ്പോർട്ട്. അറ്റകുറ്റപ്പണിക്കായി പാകിസ്ഥാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ. പാകിസ്ഥാന്റെ 11 സേനാ കേന്ദ്രങ്ങളും 2 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തുവെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. എന്നാൽ പെഷവാർ, ജംഗ്, സിന്ധിലെ ഹൈദരാബാദ്, പഞ്ചാബിലെ ഗുജറാത്ത്, ഭവൽ നഗർ, അറ്റോക്, ചോർ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തിയെന്നാണ് പുതിയ സ്ഥിരീകരണം. പ്രതിപക്ഷം കടമ നിർവഹിച്ചുവെന്നും ഇനി എത്രയും വേഗം പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സർവകക്ഷി സംഘത്തിന്റെ ഭാഗമായി വിദേശ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. സർക്കാരിനോടുള്ള കടുത്ത ഭിന്നത മാറ്റിവെച്ചാണ് ഞങ്ങളെപ്പോലുള്ള MPമാർ സർക്കാരിൻ്റെ ദൗത്യത്തിൽ പങ്കുകൊണ്ടത്. അതുകൊണ്ട് സർക്കാർ ഞങ്ങളുടെ മോഡിൽ വെച്ച് അർപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായി നിർവഹിച്ച സ്ഥിതിക്ക് ഇനി സർക്കാരിൻ്റെ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഈ മാസം 16 പ്രത്യേക സമ്മേളനം വിളിക്കുന്ന കാര്യം സർക്കാർ പരിഗണിച്ചിരുന്നെങ്കിലും സമ്മേളനം വിളിക്കില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ ചേരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. 24 ഡൽഹി. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി. ഇറാനും അമേരിക്കയും 5ാം റൗണ്ട് ആണവ ചർച്ചകൾക്കൊരുങ്ങവെയാണ് ഖമേനിയുടെ ഈ പ്രതികരണം. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കുകയോ കുറഞ്ഞ അളവിലുള്ള സമ്പുഷ്ടീകരണം മാത്രം നടത്തുകയോ ചെയ്യാത്ത പക്ഷം ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ തുടരും എന്നാണ് അമേരിക്കയുടെ നിലപാട്. തങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അമേരിക്കയുടെ സമ്മതം തേടേണ്ട ആവശ്യമില്ലെന്നും ഖമനേയി വ്യക്തമാക്കി. ജനസംഖ്യാ സെൻസസ് 2027 2 ഘട്ടങ്ങളായി നടത്താൻ തീരുമാനം.
ജാതി സെൻസസ് കൂടി ഉൾപ്പെടുത്തിയാകും ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ മാസം 16-ന് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങും. 2027 മാർച്ച് 1-ന് 12 മണിയായിരിക്കും സെൻസസിന്റെ റഫറൻസ് തീയതി. ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 2026 ഒക്ടോബർ 1-ന് 12 മണി വരെയാണ് റഫറൻസ് തീയതി. ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് സഖ്യം രൂപീകരിച്ചതെന്ന് AAP. BJPയും കോൺഗ്രസും തമ്മിൽ രഹസ്യ കൂട്ടുകെട്ടുണ്ടെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ ആരോപിച്ചു. ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും മറ്റു 15 പ്രതിപക്ഷ പാർട്ടികളും നരേന്ദ്രമോദിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലെന്ന AAPയുടെ പ്രഖ്യാപനം. ഇതേ ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായി ആം ആദ്മി പാർട്ടി കത്തയച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതെന്നാണ് AAPയുടെ നിലപാട്. യഥാർത്ഥ സഖ്യം BJPയും കോൺഗ്രസും തമ്മിലാണെന്ന് AAP ദേശീയ വക്താവ് അനുരാഗ് ദണ്ഡ ആരോപിച്ചു. മോദിക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പകരമായി ഗാന്ധി കുടുംബം ജയിലിലേക്ക് പോകാതെ BJP സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും ആം ആദ്മി ആരോപിക്കുന്നു. വരാനിരിക്കുന്ന ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സംവിധാനമാണെന്നും പ്രധാന വിഷയങ്ങളിൽ ഐക്യത്തോടെ നീങ്ങുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. സംസ്ഥാനം ദേശീയ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള സംവിധാനമാണ്. പക്ഷേ സുപ്രധാനമായ വിഷയങ്ങളിലെല്ലാം ഒന്നിച്ച നിലപാടെടുക്കാറുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും ഒപ്പിട്ടിരിക്കുന്നതാണത്. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും അവരുടെ നേതാക്കന്മാരിലും. ഹരിയാന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് തന്നെ AAP ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകലുന്നതായി വ്യക്തമായിരുന്നു. 24 ഡൽഹി. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. തൃശ്ശൂരിലെ പടിയൂരിൽ വീടിനുള്ളിൽ അമ്മയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. അത് ഒരു കൊലപാതകമാണ്, ഇരട്ട കൊലപാതകമെന്നാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. വെള്ള സ്വദേശി മണി 74 വയസ്സ്, രേഖ 43 വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവരുടെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു എന്നാണ് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുൾപ്പെടെയുള്ള മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വരും ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. തൃശ്ശൂരിൽ ഇരട്ട കൊലപാതകം. പടിയൂരിൽ വീടിനുള്ളിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ള സ്വദേശി മണി, രേഖ എന്നിവരാണ് മരിച്ചത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. സൂരജ്, ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണോ? ആരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം? വിജയകുമാർ, പോലീസ് ഇത് കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അമ്മയെയും മകളെയും ഈ പടിയൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 74 വയസ്സുള്ള മണി, അതോടൊപ്പം തന്നെ മകൾ 43 വയസ്സുള്ള രേഖ എന്നിവരാണ് ഈ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടിയിലും അതോടൊപ്പം തന്നെ അന്വേഷണത്തിലുമാണ് ഇത് കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ ഈ കിടപ്പ് മുറിയിലടക്കം ഈ സാധന സാമഗ്രികളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്. അവിടെ ഒരു ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ദിവസങ്ങൾ പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ മകളുടെ രണ്ടാം ഭർത്താവ് കോട്ടയം സ്വദേശിയായിട്ടുള്ള പ്രേംകുമാറിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ ഒന്നിച്ചാണ് താമസിച്ചു വന്നിരുന്നത്. ഈ മരണത്തിന് ശേഷം പ്രേംകുമാറിനെ കുറിച്ച് ഇതുവരെയും ഒരു വിവരവുമില്ല. ഈ വീട്ടിൽ നിന്ന് വലിയ രീതിയിൽ ഗന്ധം വമിക്കുന്നത് അറിഞ്ഞ് നാട്ടുകാർ ഈ മരിച്ച രേഖയുടെ സഹോദരി വിവരം അറിയിക്കുകയും ഈ സഹോദരി വന്ന് നോക്കുമ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രേഖയുടെ രണ്ടാം ഭർത്താവ് പ്രേംകുമാറിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വിജയകുമാർ, പ്രതിയെപ്പറ്റി പോലീസിന് ചില സൂചനകളുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. സുരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. നിലമ്പൂരിൽ പോരാട്ടം കനക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൊടിപാറും പ്രചാരണവുമായി സ്ഥാനാർത്ഥികൾ. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ട് അഭ്യർത്ഥനയാണ് 3 മുന്നണികളും ഇപ്പോൾ നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി PV അൻവർ ഇന്ന് രംഗത്തെത്തി. അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഘടകമല്ല എന്ന് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി. 9 വർഷത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലായിരുന്നു ഇന്നത്തെ പര്യടനം. കർഷക തൊഴിലാളിക്ക് പെൻഷനോ? ഇതൊരു വലിയ ആശ്ചര്യജനകമായ ചോദ്യമായിരുന്നു. അന്ന് കോൺഗ്രസ് തന്നെ എതിർത്തു, അതിശക്തമായിട്ട് എതിർത്തു എന്ന് മാത്രമല്ല സമരം ചെയ്തു. അവർ പറഞ്ഞത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ്റെ ആവശ്യമില്ല,
അങ്ങനെ പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിക്കും. ഇതായിരുന്നു നമുക്കിപ്പോൾ അത്ഭുതമായിട്ട് തോന്നുന്നു, വിചിത്രമായി തോന്നും. ഞങ്ങളുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തു നിന്നുമുണ്ട്, എല്ലാവരും അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. വിവാദങ്ങൾ തൊടാതെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാണ് UDFന്റെ പ്രചാരണം. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖം പ്രചാരണ ആയുധമാക്കുന്നു. PV അൻവർ വിവാദം പക്ഷേ UDFനെ വിട്ടൊഴിയുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് നിലമ്പൂരിലെത്തിയ K. സുധാകരൻ അൻവറിനെ കുറിച്ച് പറഞ്ഞതിങ്ങനെ: അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഒരു ഘടകമായി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നില്ല. ഇനി അവസരമില്ല. അത് ഇറ്റ് ഈസ് ഓവർ. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് മൂത്തേടം പഞ്ചായത്തിലായിരുന്നു. ഞങ്ങളുടെ പ്രചരണം വികസിത നിലമ്പൂർ എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ച് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രചരണം നടത്തുന്നത്. വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രചരണത്തിന്റെ മുഖ്യ മുദ്രാവാക്യം. PV അൻവറും വൈകിട്ടോടെ മണ്ഡലത്തിൽ കൺവെൻഷനുകളുമായി രംഗത്ത്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം. എനിക്ക് എന്ത് ഷെഡ്യൂളോ? ഒരു ഷെഡ്യൂളും ഇല്ല, ഒരു ഷെഡ്യൂളും ഇല്ല. ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടു. പാവപ്പെട്ട ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യിക്കുന്നുണ്ട്, അവർ പരസ്പരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും നാട്ടുകാരെ കാണാൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ജൂൺ 19 മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചു. ടീം 24 നിലമ്പൂർ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ ക്ഷേമ പെൻഷൻ പരാമർശം നിലമ്പൂരിൽ ചർച്ചയാക്കി LDF. സാധാരണക്കാരെ വെല്ലുവിളിച്ച് KC വേണുഗോപാൽ കേരളത്തോട് മാപ്പ് പറയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ ക്ഷേമ പെൻഷൻ ഉപയോഗിച്ച് വോട്ടർമാരെ LDF സ്വാധീനിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കിയ LDFനെ പ്രതിരോധത്തിലാക്കുകയാണ് UDFും PV അൻവറും. ക്ഷേമ പെൻഷൻ സർക്കാർ കൈക്കൂലിയായി കാണുന്നുവെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശമാണ് ഉപതെരഞ്ഞെടുപ്പിൽ LDF ചർച്ചയാക്കുന്നത്. വോട്ടർമാരെ അപമാനിക്കുന്നതാണ് പരാമർശമെന്നാണ് വിമർശനം. തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുവോ പ്രഖ്യാപനം വരുവോ ഒക്കെ പോലും ചെയ്യാത്തൊരു സമയത്ത് പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി. അദ്ദേഹത്തെ മാത്രം കുറ്റം പറയണ്ട, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമൊന്നും ആയിരിക്കില്ല. അത് കോൺഗ്രസിന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നു. പരാമർശത്തിൽ വിശദീകരണവുമായി KC വേണുഗോപാൽ രംഗത്തെത്തി. മാപ്പ് പറയില്ലെന്നും പ്രതികരണം. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. KC വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ലെന്നും CPIMന്റെ തട്ടിപ്പിനെയും വഞ്ചനയെയും കുറിച്ചാണ് പറഞ്ഞതെന്നും ചാണ്ടി ഉമ്മൻ MLA. ഇത് ഇലക്ഷനോടനുബന്ധിച്ച് നടത്തുന്ന ഡ്രാമ. ഏത് ഡ്രാമ? പണ്ട് കിറ്റ് കൊടുത്ത അതേ ഡ്രാമ ഇന്ന് നടത്തുന്നു. KC വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ദ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം. മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ചൂണ്ടിക്കാട്ടി PV അൻവറും രംഗത്തെത്തിയിരുന്നു. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി വഞ്ചിച്ചെന്ന് അൻവറും കുറ്റപ്പെടുത്തി. ടീം 24 നിലമ്പൂർ. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ രാഷ്ട്രീയ വിവാദം. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ 10 പേർ ഒപ്പിടണമെന്ന വ്യവസ്ഥ പാലിക്കാത്തതിനാലാണ് പത്രിക തള്ളിയത്. ഇത് സാങ്കേതിക പിഴവല്ലെന്നും തൃണമൂൽ ചിഹ്നം ഒഴിവാക്കി സ്വതന്ത്രനാകാനുള്ള അൻവറിന്റെ അടവാണ് എന്നുമാണ് വിമർശനമുയരുന്നത്. രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയാൽ പ്രബല മുന്നണികളെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ നാടകീയത. ആദ്യം മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ അൻവർ നേരം ഇരുട്ടി വെളുക്കും മുമ്പ് തൃണമൂൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതിന് പിന്നാലെ PV അൻവർ സ്വതന്ത്രനായി. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറെ പരിചയമുള്ള PV അൻവർ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പത്രിക സമർപ്പിച്ചത് മനഃപൂർവ്വമാണെന്നാണ് രാഷ്ട്രീയ വിമർശനം. പാർട്ടിയുടെ ബന്ധനങ്ങളില്ലാതെ തീരുമാനമെടുക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലടക്കം ഏത് മുന്നണിയിലേക്കുമുള്ള പ്രവേശനം സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കാനും വേണ്ടിയുള്ള രാഷ്ട്രീയ അടവ് നയമാണ് PV അൻവറിന്റേതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെക്കുന്ന ബോർഡിൽ ഒക്കെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്നലെ പ്രിന്റ് ചെയ്ത് വന്ന് ഇപ്പൊ അതിലും ഒക്കെ കറുത്ത പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. തൃണമൂൽ സ്ഥാനാർത്ഥി 31 തീയതി വൈകുന്നേരം മറ്റേ പ്രതിപക്ഷ നേതാവ് വാതിൽ അടച്ചിരിക്കും, ഞാൻ മത്സരിക്കാനില്ല ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നിങ്ങൾക്ക് ഇങ്ങോട്ടാണല്ലോ പറഞ്ഞത്. നമ്മൾ കൊടുത്ത എല്ലാ പ്രിന്റിംഗ് സാധനങ്ങളും മിനിയാന്ന് തീരുമാനമായപ്പോൾ നമ്മളെന്താ പറയുക വോട്ട് അഭ്യർത്ഥനയും ബാക്കിയൊക്കെ എല്ലാം പ്രിന്റ് ചെയ്ത് എന്താ പറയുക ഇന്ന് രാവിലെ അവർ ഡെലിവറി ഉണ്ട്. മുഴുവൻ പോയി ആ പൈസ. നാളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. അതുവരെയെങ്കിലും UDFിനോട് വിലപേശാനാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയെ നൽകിയ നാമനിർദ്ദേശ പത്രിക മനഃപൂർവ്വം പിഴവ് വരുത്തി തള്ളിച്ചതെന്നും വിമർശനമുണ്ട്. കാര്യമായ പ്രചാരണ പരിപാടികൾ അൻവറിന് ഇന്നും ഉണ്ടായിരുന്നില്ല.
അൻവർ ഫാക്ടർ പ്രതിപാദിക്കാതെയാണ് UDF പ്രചാരണം. ഞങ്ങൾ ആരാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല കാണുന്നത്, ഞങ്ങൾ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. ഞങ്ങളൊരു പ്രസ്റ്റീജ് മത്സരമാണ്. ഇത് മലപ്പുറമാണ്, ഞങ്ങൾക്ക് ആധിപത്യമുള്ളൊരു ജില്ലയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിച്ചാൽ പോലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലീഗിനെയാണെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ അക്കാര്യം പറഞ്ഞു. LDFും UDFും BJPയും പ്രചാരണ രംഗത്ത് സജീവമാവുമ്പോഴും PV അൻവറിന് ഇന്ന് കാര്യമായ പൊതുപ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി നാളെ എന്നിരിക്കെ പത്രിക പിൻവലിച്ച് അൻവർ മത്സരരംഗത്ത് പിന്മാറുമോ എന്ന ചോദ്യവും നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് മണ്ണിൽ ഉയരുന്നുണ്ട്. സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ. വികസന പ്രവർത്തനങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംഭാവനകൾ സ്വീകരിക്കാമെന്ന് സർക്കാർ. സംഭാവനകൾ സ്വീകരിക്കുന്നതിന് വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകി തദ്ദേശ വകുപ്പ് സർക്കുലർ പുറത്തിറക്കി. 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നടപടിയെന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ് വിശദീകരിച്ചു. വികസന പ്രവർത്തനങ്ങൾ നടത്താനായി തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് സംഭാവനകൾ കണ്ടെത്തണമെന്നാണ് തദ്ദേശ വകുപ്പിന്റെ സർക്കുലർ. വികസന പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാണ് സംഭാവനകൾ സ്വീകരിക്കേണ്ടത്. വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പണമായോ ഭൂമിയായോ സേവനങ്ങളായോ എല്ലാം ഇവ സ്വീകരിക്കാം. പൊതുജനങ്ങളെ സമീപിച്ചും സംഭാവനകൾ ഉറപ്പാക്കണം. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ സംഭാവനകൾ സ്വീകരിക്കാൻ കർമ്മ പദ്ധതി രൂപീകരിക്കണം. സംഭാവനകൾ സമാഹരിക്കുന്നതിനുള്ള സമഗ്രമായ തന്ത്രങ്ങൾക്കും രൂപം കൊടുക്കണം. ഇതിനായി വിപുലമായ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കണം. മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിൽ സംഭാവനകളുടെ സമാഹരണവും ഉപയോഗവും ഒരു സൂചകമായി പരിഗണിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് സർക്കുലർ എന്ന് തദ്ദേശ മന്ത്രി. സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി ഉപയോഗിച്ച് ഇതിൻ്റെ സോഷ്യൽ ഓഡിറ്റ് നടത്തണം, പിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശയാണ്. അതിന് അവരെ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് വിലയിരുത്തുന്നതിൽ ഇതുകൂടി ഉൾപ്പെടുത്തണം. അതെല്ലാം സർക്കാർ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചതല്ലേ. ഓരോ റെക്കമെൻഡേഷനും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഒരു പ്രത്യേക ആവശ്യത്തിന് സമാഹരിക്കുന്ന സംഭാവന അതേ ആവശ്യത്തിന് മാത്രമായി വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം 9ാം ക്ലാസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അജിൽ ഷായ്ക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ എത്തിച്ചില്ല എന്ന അധ്യാപകർക്കെതിരെ കുടുംബം ആരോപണം ഉന്നയിച്ചു. സംഭവത്തിൽ 4 വിദ്യാർത്ഥികളെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം. ക്ലാസ് മുറിയിലായിരുന്ന അജിൽ ഷാനെ പുറത്തേക്കിറക്കിയാണ് 15ഓളം വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. തലയ്ക്കും കണ്ണിനുമാണ് പരിക്ക്. 4 മാസം മുൻപ് അടിവാരം പള്ളിയിലുണ്ടായ വാക്കുതർക്കത്തിന്റെ തുടർച്ചയാണ് സ്കൂളിലുണ്ടായ മർദ്ദനം. പള്ളിയിൽ നിന്ന് ചെറുതായിട്ടൊരു വാക്കുതർക്കം ഉണ്ടായിട്ടുള്ളൂ, തല്ല് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ എല്ലാം വന്ന് ഇതായത്. അതേസമയം സ്കൂൾ അധികൃതർക്കെതിരെ ഗുരുതര ആരോപണമാണ് കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. കൃത്യമായി ചികിത്സ നൽകിയില്ലെന്നും രക്ഷിതാക്കളെ വിവരമറിയിക്കാൻ വൈകിയെന്നും കുടുംബം. ഇവരെന്നിട്ട് നമ്മളെ വിളിച്ചു പറയുന്നത് 2:40, 2:45 സമയത്താണ്. അതുവരെ ഇവനെ സ്റ്റാഫ് റൂമിൽ ഇരുത്തിയതാണ്. അതിനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒന്നുമില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവൻ ഞങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യം, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന്. താഴ്ച കിടക്കുന്നതിന് തൊള്ളേക്ക് വിഷം വെച്ച് കൊടുക്കുന്ന മാതിരിയാണ് അവിടുത്തെ ഒരു പ്രിൻസിപ്പൾ പറഞ്ഞതാണ്. കേസ് കൊടുത്താൽ പാസ്പോർട്ട് കിട്ടൂല. അതേപോലെ വേറൊരു സാറ് പറഞ്ഞ പോലെ മറ്റേ ഇവനോട് ചോദിച്ചതാ, മോനോട് നിങ്ങൾക്ക് കേസ് വേണോ TC വേണോ. എന്നാൽ ആരോപണം സ്കൂൾ അധികൃതർ തള്ളി. കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പ്രധാനാധ്യാപകൻ. പരാതി കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പൊതുവെ പോലീസ് കേസുകൾ ആകാതെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. താമരശ്ശേരി ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. മർദ്ദിച്ച 15 കുട്ടികളിൽ 4 പേരുടെ വിവരങ്ങൾ പരാതിയിലുണ്ട്. ഇവരെ 2 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പശ്ചാത്തലം അന്വേഷിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകും. 24 കോഴിക്കോട്. പോക്സോ കേസ് പ്രതിയായ വ്ലോഗർ മുകേഷ് എം നായരെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചതിൽ തിരുവനന്തപുരം ഫോർട്ട് സ്കൂൾ പ്രധാനാധ്യാപകന് വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. പ്രധാനാധ്യാപകനെതിരെ നടപടിയെടുക്കാൻ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഗൂഢാലോചനയാണ് നടപടികൾക്ക് പിന്നിലെന്നും മന്ത്രിയെ പേടിച്ച് പരിപാടിക്ക് പോകാതെ ഇരിക്കണോ എന്നുമായിരുന്നു മുകേഷ് എം നായരുടെ ചോദ്യം. സ്കൂൾ പ്രവേശന ദിവസം ഒരു സന്നദ്ധ സംഘടനയാണ് സ്കൂളിൽ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഉദ്ഘാടകൻ ആരെന്ന് അവരാണ് തീരുമാനിച്ചത്. തനിക്ക് അറിയില്ലായിരുന്നു എന്നുമാണ് സ്കൂൾ അധികൃതർ DDയോട് വിശദീകരിച്ചത്. എന്നാൽ ഈ വിശദീകരണം DD തള്ളി. സ്കൂളിൽ എന്ത് നടന്നാലും അതിൽ പ്രധാനാധ്യാപകന് ഉത്തരവാദിത്തമുണ്ടാകുമെന്നും പോക്സോ കേസ് പ്രതി ചടങ്ങിലെത്തിയതിൽ വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ട് നൽകി.
റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ അച്ചടക്ക നടപടി ഉണ്ടാകും. എയ്ഡഡ് സ്കൂളായതിനാൽ മാനേജറോട് പ്രധാന അധ്യാപകനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സ്കൂൾ അധികാരികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്. ഇയാൾ ഈ പറയുന്ന വ്യക്തിയോട് വന്നിരുന്നോ, ചടങ്ങിൽ പങ്കെടുത്തിരുന്നോ, ഇയാളുടെ ബാക്ക് ഹിസ്റ്ററി എന്താണ്, ഇത്രയും കാര്യം അന്വേഷിച്ചാൽ മതിയല്ലോ. അതവർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മന്ത്രിയെ പേടിച്ച് പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ലെന്ന് മുകേഷ് എം നായരും രാഹുൽ ഈശ്വറും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടുത്തെ മന്ത്രി കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കോടതി പോലും ഇത്രയും മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ബെയിൽ തന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരാളെ പ്രതി എന്ന് പറയാതെ കുറ്റാരോപിതൻ മാത്രമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പോക്സോ കേസ് പ്രതിയാണെന്ന് അറിയാതെയാണ് മുകേഷ് എം നായരെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതെന്നും സ്കൂളിനും പ്രധാനാധ്യാപകനുമുണ്ടായ വിഷമത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും JCI പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. കാക്കനാട് ജില്ലാ ജയിലിൽ ജീവനക്കാരന്റെ വിരമിക്കൽ ആഘോഷത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ജയിലിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തി റീൽ ചിത്രീകരിച്ചതായി പരാതി. വിഷയത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി. അതേസമയം രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തിയ ശേഷമാണ് ആരോപണ വിധേയരെ ജയിലിനുള്ളിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. കാക്കനാട് ജില്ലാ ജയിലിൽ കഴിഞ്ഞ ദിവസം നടന്ന വെൽഫെയർ ഓഫീസറുടെ വിരമിക്കൽ പാർട്ടിയിലാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ജയിലിനകത്ത് അതിഥികളായി എത്തിയത്. ജയിലിനകത്തെ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തി ഇവർ തന്നെ റീലായി പ്രചരിപ്പിച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. ഇതോടെ വിഷയത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ജയിലിലെത്തിയത് വീഴ്ചയാണെന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്നാൽ രജിസ്റ്ററിൽ പേരുവിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷമാണ് ഇവരെ ജയിലിനുള്ളിൽ പ്രവേശിപ്പിച്ചതെന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് അറിഞ്ഞില്ല എന്നുമാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. വിരമിച്ച ജീവനക്കാരന്റെ ക്ഷണപ്രകാരമാണ് ഇവർ ജയിലിലെത്തിയതെന്നും ഫോണുകൾ ജയിലിനുള്ളിൽ കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടില്ല എന്നും ജയിൽ അധികൃതർ പറയുന്നു. വിരമിച്ച ജീവനക്കാരന്റെ കൂടെ ഉണ്ടായിരുന്നവർ പകർത്തിയ ദൃശ്യങ്ങളാകാം പുറത്തുവന്നതെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് ജയിൽ DGPയും നിർദ്ദേശം നൽകി. സംഭവത്തിന്റെ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 24 കൊച്ചി. കോന്നിയിൽ 16-കാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്ത കേസിൽ അട്ടിമറി നടന്നു എന്ന ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തര വകുപ്പ്. 1-ാം പ്രതി നൌഷാദും 2-ാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് പോയി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടെത്തൽ. കോന്നി DYSPയെയും CIയെയും സസ്പെൻഡ് ചെയ്തുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലാണ് ഗൗരവമേറിയ ഈ കണ്ടെത്തലുള്ളത്. 16-കാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്ത കേസിന്റെ തുടക്കത്തിൽ നടന്നത് വലിയ അട്ടിമറി എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. 1-ാം പ്രതി നൌഷാദും 2-ാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് പോയി കേസ് ഒത്തുതീർപ്പാക്കാനും സ്വാധീനിക്കാനും ശ്രമിച്ചു. അതിജീവിത ശക്തമായ നിലപാടെടുത്തതോടെയാണ് CWC കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പോലീസിന് നൽകിയത്. റിപ്പോർട്ട് നൽകാൻ 10 ദിവസത്തെ കാലതാമസം വരുത്തിയതും പ്രതികൾക്ക് ഗുണമായി. കോന്നി DYSPയെയും CIയെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പ് ഉത്തരവിലാണ് ഗൗരവമേറിയ കണ്ടെത്തലുള്ളത്. 1-ാം പ്രതിയുടെയും ഭാര്യയുടെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും കോൺഗ്രസ് നേതാവ് പഴകുളം മധു. CWC ഓഫീസും അതിന്റെ ചെയർമാനുമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് CWC ചെയർമാന്റെ കേസ് എടുക്കുന്നില്ല? പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു CPM നേതാവാണ് CWC ചെയർമാൻ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് തന്നെ ഇത്തരം കേസുകളിൽ അവർക്ക് താല്പര്യമുള്ളവർ വന്നാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രാഷ്ട്രീയ നിയമനങ്ങൾ CWC നടത്തുന്നത്. അതേസമയം ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തലുകളെ CWC ചെയർമാൻ നിഷേധിക്കുകയാണ്. പെൺകുട്ടിയുടെ അമ്മ കാണാൻ വന്നെന്നും അന്ന് തന്നെ ഇത് സംബന്ധിച്ച പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയെന്നുമാണ് അനൌദ്യോഗിക വിശദീകരണം. 24 പത്തനംതിട്ട. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. തീർത്ഥാടക ലക്ഷ്യങ്ങൾ മിനായിലെത്തി. നാളെയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരമായ മീനായിൽ സംഗമിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മീനായിലെത്തി. ഇന്ന് മിനായിൽ താമസിക്കുക എന്നതാണ് ഹജ്ജിന്റെ ആദ്യത്തെ കർമ്മം. നാളത്തെ അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പായാണ് യൗമു തർവിയ എന്ന ഈ ദിനം അറിയപ്പെടുന്നത്. തമ്പുകളിൽ ആരാധനാകർമ്മങ്ങളുമായി കഴിയുകയാണ് തീർത്ഥാടകർ. വിശ്വാസി ലക്ഷങ്ങൾ മിനായിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഇനി എത്ര ലക്ഷം വന്നാലും ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള സന്നാഹങ്ങളാണ് സൗദി ഗവൺമെന്റ് ഇവിടെ
തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എല്ലാ വിശ്വാസികളും ഒരേ യൂണിഫോം ധരിച്ചുകൊണ്ട് ഒരേ മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു നാഥ എന്ന് വിളിച്ചു പറഞ്ഞ് ജനലക്ഷങ്ങൾ അവിടെ സംഗമിക്കുകയാണ്. നാളെയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. നാളെ പകൽ അറഫയിലും രാത്രി മുസ്ദലിഫയിലും വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ മിനായിലുമായിരിക്കും തീർത്ഥാടകർ. 15 ലക്ഷത്തോളം വരുന്ന വിദേശ തീർത്ഥാടകർ ഹജ്ജിനെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും 1,32,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം 16,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഇന്ന് രാത്രി മുതൽ തന്നെ നീങ്ങി തുടങ്ങും. നാളെ രാത്രി മുസ്ദലിഫയിൽ താമസിച്ച് മറ്റന്നാൾ രാവിലെ തീർത്ഥാടകർ മീനായിൽ തന്നെ തിരിച്ചെത്തും. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര വീഴ്ച. ഇടതു കണ്ണിന് നൽകേണ്ട ഇഞ്ചക്ഷൻ വലതു കണ്ണിൽ മാറി നൽകി. സംഭവത്തിൽ ഡോക്ടർ SS സുജീഷിനെതിരെ കേസെടുത്തു. ചികിത്സാ പിഴവ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അന്വേഷിക്കും. ഇടതുകണ്ണിന്റെ കാഴ്ച മങ്ങിയതിനെ തുടർന്നാണ് ഭീമാപ്പള്ളി സ്വദേശി ബസൂറ ബീവി സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. ഇടതുകണ്ണിനുണ്ടായ നീർക്കെട്ട് കുറയാൻ കുത്തിവയ്പ് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കുത്തിവയ്പ് നൽകിയതിലാണ് ഡോക്ടർക്ക് വീഴ്ചയുണ്ടായത്. ഇടതുകണ്ണിനു നൽകേണ്ട കുത്തിവയ്പ് വലതുകണ്ണിനു നൽകി. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചായിരുന്നു കുത്തിവയ്പ്. ഇന്നലെയായിരുന്നു ഇഞ്ചക്ട് ചെയ്യേണ്ടത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ ആയിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിന് ശേഷം ഇടത് കണ്ണിലാണ് കംപ്ലൈൻറ്റ്. ഇടത് കണ്ണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇഞ്ചക്ട് ചെയ്തത് വലത് കണ്ണിലായിരുന്നു. ഇത് വാർഡിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നത് അത് കണ്ണിൽ ചെറിയ ചോപ്പുണ്ടായിരുന്നു എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. സംഭവത്തിൽ പ്രാഥമികമായി അന്വേഷണം നടത്തിയ ആരോഗ്യവകുപ്പ് ഡോക്ടർ SS സുജീഷിനെ സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം ആവശ്യമെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കും. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഇരകളായ 6 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമകളുടെയും ജീവനക്കാരുടെയും സംഘടനയായ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. ഈ സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റം വയനാട് മുട്ടിലിൽ നടന്നു. മന്ത്രി VN വാസവനാണ് 6 കുടുംബങ്ങൾക്കും താക്കോൽ കൈമാറിയത്. സ്ക്രൂ ഡ്രൈവറും സ്പാനറും ഏന്തുന്ന, ഗ്രീസും ഓയിലും പറ്റിയ അധ്വാനത്തിന്റെ കരുത്തുറ്റ കൈകൾ, ആ കൈകൾ ഒത്തുചേർന്നപ്പോൾ യാഥാർത്ഥ്യമായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ 6 കുടുംബങ്ങൾക്കുള്ള തണലാണ്. തീർത്തും മാതൃകാപരമായ പ്രവർത്തനം. 35 സെന്റ് ഭൂമിയിൽ 6 വീടുകൾ, 5 സെന്റ് വീതം സ്ഥലത്താണ് 850 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള വീടുകൾ നിർമ്മിച്ചു നൽകിയത്. പൊതുകിണറുണ്ട്, വഴിയുണ്ട്, വൈദ്യുതീകരണമടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 മുറികളും അടുക്കളയും സ്വീകരണ മുറിയും അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. ആവശ്യമെങ്കിൽ ഒരു നില കൂടി കെട്ടാനുള്ള രീതിയിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മന്ത്രി VN വാസവൻ വീടുകൾ സന്ദർശിച്ചു. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് വർക്ക്ഷോപ്പ് അസോസിയേഷൻകാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ വീട് ഞാനിപ്പോൾ കയറി നോക്കി. 900 സ്ക്വയർ ഫീറ്റോളം വരുന്നത്. 2 ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂം തന്നെ ബാത്ത് അറ്റാച്ച്ഡാണ്. ഭാവിയിൽ അവർക്ക് വേണ്ടി അപ്സ്റ്റെയർ പണിയാൻ സൗകര്യത്തിലേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. 6 സ്വപ്ന ഭവനങ്ങളുടെയും താക്കോൽ കൈമാറ്റം മുട്ടിലിൽ വെച്ചാണ് നടന്നത്. 150 ദിവസത്തിനകം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും എന്നായിരുന്നു സംഘടനയുടെ പ്രഖ്യാപനം. അത് പാലിക്കാനായതിന്റെ തെളിവ് കൂടിയായി താക്കോൽ കൈമാറ്റ ചടങ്ങിലെ പങ്കാളിത്തം. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നടിയെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിച്ചു എന്ന കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ബോബി ചെമ്മണ്ണൂർ സ്ഥിരമായി ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നയാളാണ് എന്ന് കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ജനുവരി 8-നാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത്. BNS 75, IT ആക്ട് 67, പിന്തുടർന്ന് ശല്യം ചെയ്യൽ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത്. നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു.
ഡിജിറ്റൽ തെളിവുകളടക്കം ഉൾപ്പെടുത്തിയാണ് സെൻട്രൽ പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. 300-ലധികം പേജുകളുണ്ട്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 5 ദിവസം ബോബി ചെമ്മണ്ണൂർ ജയിൽവാസം അനുഭവിച്ചിരുന്നു. നടിക്കെതിരെ ഫേസ്ബുക്കിൽ അശ്ലീല കമന്റ് ഇട്ടവർക്കെതിരെ സെൻട്രൽ പോലീസ് എടുത്ത കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട് ഇതാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു എന്ന പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നുണ്ട്. കണ്ണൂർ സ്വദേശി 17-കാരൻ ശിവലിംഗാണ് മരിച്ചത്. 11 പേരാണ് അപകടത്തിൽ മരിച്ചത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലൊരാൾ മലയാളിയാണ് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച വിവരം വരുന്നത്. 33 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്കുകൾ. പരിക്കേറ്റവരുടെ എണ്ണം 50-ലധികമാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന വിവരവും വരുന്നുണ്ട്. സംഭവത്തിൽ കർണാടക സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കണ്ണൂർ സ്വദേശിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. 4 വയസ്സുകാരൻ ശംഖുവിന്റെ ആവശ്യപ്രകാരം അംഗൻവാടിയിലെ മെനു പരിഷ്കരിച്ചെങ്കിലും കുട്ടികളുടെ ആവശ്യങ്ങൾ തീരുന്നില്ല. ശംഖുവിന് ശേഷം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ആദിയാണ് രംഗത്ത് വരുന്നത്. മുട്ട ബിരിയാണി പോരാ, ചിക്കൻ ബിരിയാണി വേണമെന്നാണ് അവൻ്റെ ആവശ്യം. വെള്ളമുണ്ടാം കുണ്ടറക്കൊല്ലി അംഗൻവാടിയിലെ ആദി എന്ന മുഹമ്മദ് ഐസിൻ ആദത്തിൻ്റെതാണ് ഈ ആവശ്യം. മുട്ടല്ലേ അത് കൂട്ടി തിന്നു. മുട്ട കൂട്ടി കഴിക്കും പോലെ. മുന്നിച്ച് വാരി തരട്ടെ. നാളെ നമുക്ക് വലിയ കാലെന്നെ പീസാക്കാം ചിക്കൻ ബിരിയാണി കേട്ടാ. ഇല്ല 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 നോക്കന്നെ പറയുന്നില്ല. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.